ബൈക്ക് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ഏക മകന്റെ ഭൗതിക ശരീരം അവസാനമായി അമ്മയ്ക്ക് ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് അണക്കര വെള്ളറയിൽ ഷൈജുവും ബന്ധുക്കളും. കുവൈത്തിൽ തടങ്കലിൽ കഴിയുന്ന അമ്മ ജിനുവിന്റെ വരവ് പ്രതീക്ഷിച്ചാണ് 17കാരനായ ഷാനറ്റ് ഷൈജുവിന്റെ മൃതദേഹം 5ാം ദിവസം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഏക മകന്റെ വേർപാട് ജിനുവിനെ ഇനിയും അറിയിച്ചിട്ടില്ല. ആ വേർപാട് അറിയുമ്പോൾ ജിനു എങ്ങനെ പ്രതികരിക്കുമെന്നും അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്നും പറയാനും പറ്റില്ല. കാരണം അവരുടെ ഏക പ്രതീക്ഷയാണ് ഇല്ലാതായിരിക്കുന്നത്. മകന്റെ നല്ല ഭാവി മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ജിനു കുവൈത്തിലേക്ക് പോകാൻ തയ്യാറായത്. തങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം മാറി ഷാനറ്റിനെ ഒരു ഉയർന്ന നിലയിലെത്തിക്കണം. അതിനുവേണ്ടി മാത്രമാണ് അവർ കുവൈത്തിലേക്ക് പോകാൻ തയ്യാറായത്. 3 മാസങ്ങൾക്ക് മുമ്പാണ് അവർ മകനെ അവസാനമായി കണ്ടത്. അന്ന് എയർപോർട്ടിൽ വെച്ച് മകനോട് അവസാനമായി യാത്ര പറയുമ്പോൾ മകനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിച്ച് നിറകണ്ണുകളോടെ അവർ പറഞ്ഞു, അമ്മയുടെ മുത്ത് മിടുക്കനായി പഠിക്കണം. അമ്മ നാട്ടിലില്ലെന്ന് കരുതി നീ ഉഴപ്പി നടക്കരുത്. പഠനം കഴിഞ്ഞാൽ നേരത്തെ വീട്ടിലെത്തണം. വീടും പരിസരവും ശ്രദ്ധിക്കണം. അമ്മ നിന്നെ ദിവസവും വിളിച്ചു കൊള്ളും. സമയത്തിന് ഭക്ഷണം കഴിക്കണേ. അങ്ങനെ കുറെ ഉപദേശങ്ങൾ അവർ കൊടുത്തു. അപ്പോൾ അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഷാനറ്റ് അന്ന് പറഞ്ഞു, അമ്മയ്ക്ക് എപ്പോഴും ഇത് തന്നെയേ പറയാനുള്ളൂ. ഞാൻ എന്നെ ശ്രദ്ധിച്ചു കൊള്ളും. അമ്മ സമാധാനത്തോടെ പോയിട്ട് വരൂ എന്നാണ് അന്ന് ഷാനറ്റ് പറഞ്ഞിരുന്നത്. എന്നാൽ ജിനു തിരിച്ചു വരുമ്പോൾ അവരെ വരവേൽക്കാൻ ഷാനറ്റ് ഇനിയില്ല. അന്ന് ജിനു മകനോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞു നോക്കി പോകുമ്പോൾ അവർക്കറിയില്ലായിരുന്നു ഇത് തന്റെ മകനെ അവസാനമായിട്ടുള്ള കാണലാണെന്ന്. താൻ നൽകിയത് അവസാന ചുംബനമാണെന്ന്. അവർക്കിപ്പോഴും അറിയില്ല തന്റെ പൊന്നോമന മരിച്ചു കിടക്കുകയാണെന്ന്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ വേദന തോന്നുന്നുണ്ട്. കഴിഞ്ഞ 17-ന് അണക്കര ചെല്ലാർകോവിലിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ഷാനറ്റിന്റെ മരണം സംഭവിച്ചത്. അണക്കര കൊടുകുടുവേലിക്കടുത്ത് അലൻ കെ ഷിജുവും അപകടത്തിൽ മരിച്ചിരുന്നു. കുവൈത്തിൽ ജോലിക്ക് പോയി തടങ്കലിൽ കഴിയുന്ന അമ്മ ജിനുവിനെ തിരികെ എത്തിക്കാൻ വഴി തെളിഞ്ഞിട്ടില്ല. ജിനു എത്തിയാലും ഇല്ലെങ്കിലും ബുധനാഴ്ച സംസ്കാരം നടത്താനാണ് ബന്ധുക്കളുടെ തീരുമാനം. 3 മാസം മുൻപാണ് ജിനു കുവൈത്തിൽ ജോലിക്ക് പോയത്. പറഞ്ഞിരുന്ന ജോലിക്ക് പകരം കഠിനമായ മറ്റു ജോലികളാണ് ജിനുവിന് ചെയ്യേണ്ടി വന്നത്. ഒരു കുടുംബത്തിലെ കുട്ടിയെ നോക്കാനായി പത്തനംതിട്ടയിലുള്ള ഒരു ഏജൻസി വഴിയാണ് ജിനു കുവൈത്തിൽ എത്തിയത്. ജോലി ഭാരവും ആരോഗ്യ പ്രശ്നങ്ങളും മൂലം തനിക്ക് ജോലിയിൽ തുടരാൻ പറ്റാത്ത സ്ഥിതിയിലാണെന്ന് ജിനു ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തി മറ്റൊരു സ്ഥലത്തേക്ക് തടവിലാക്കി. വാഗ്ദാനം ചെയ്ത ശമ്പളവും കൊടുത്തില്ല. പിന്നീട് കുവൈത്ത് മലയാളി അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ഏജൻസിയുടെ തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യൻ എംബസിയിലെത്തി. കോടതി നടപടികൾക്ക് ശേഷം തടങ്കലിലാണ് ഇപ്പോൾ. താൽക്കാലിക പാസ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 16-ന് തിരികെ വരാനിരിക്കുമ്പോഴാണ് പശ്ചിമേഷ്യയിലെ യുദ്ധവും കോവിഡും പ്രതിസന്ധിയിലാക്കി. മലയാളി അസോസിയേഷനും യാക്കോബായ സഭാ നേതൃത്വവും എംപിമാരായ ഡീൽ കുര്യാക്കോസും സുരേഷ് ഗോപി, ആന്റോ ആന്റണി എന്നിവരും ജിനുവിനെ നാട്ടിലെത്തിക്കാൻ ഇടപെടുന്നുണ്ട്. വെള്ളിയും ശനിയും കുവൈത്തിൽ അവധി ദിനങ്ങളായതിനാൽ ഒരു ഇടപെടലും സാധ്യമായിരുന്നില്ല. ചൊവ്വാഴ്ച ജിനുവിനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ.